ഇന്നെനിക്ക് പ്രത്യേകിച്ച് കണ്ടൊന്നും കിട്ടാത്തപ്പോഴായിരുന്നു ഞാൻ ഈ ക്ലോക്ക് കണ്ടത്. ഇതെൻ്റെ വീട്ടിൽ പൊട്ടിക്കിടക്കുന്ന ഒരു വർക്ക് ചെയ്യാത്ത ക്ലോക്ക് ആയിരുന്നു. ഇത് വെച്ച് നമുക്കൊരു അടിപൊളി വാൾ ഡെക്കർ ഉണ്ടാക്കിയാലോ? സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇനി ഞങ്ങൾ എടുത്തേക്കുന്ന പിക്ചർ ആ ഒരു വൈറ്റ് പേപ്പറിൽ ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. ഞങ്ങളുടെ ക്ലോക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ഗ്ലാസിൻ്റെ സൈസിലാണ് കേട്ടോ സ്കെച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു അക്വേറിയം തീമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ക്ലോക്ക് എടുത്ത് അതിന് താഴെ ഭാഗത്തുള്ള സ്ക്രൂ എല്ലാം ഇളക്കിയെടുക്കാം. നിങ്ങളുടെ പാരൻസിൻ്റെ ഹെൽപ്പ് കാണിക്കേണ്ടതാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഗ്ലാസ് അതിൻ്റെ പുറത്തോട്ടൊന്ന് എടുത്തു കൊടുക്കാവേ. ഇങ്ങനെയായിരിക്കും കേട്ടോ ആ ഗ്ലാസ്. ഇനി നമുക്ക് ആ ഗ്ലാസ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്ലാസ് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞങ്ങൾ വരച്ചെടുത്ത പിക്ചറിൻ്റെ മുകളിലോട്ട് ആ ഗ്ലാസ് ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് സൈസിന് വയ്ക്കാം. ഇനി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്ലാസ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കളേഴ്സ് എന്ന് പറഞ്ഞ പെയിൻറ് തന്നെ എടുക്കാൻ നോക്കുക. വേറൊരു പെയിൻറ്റും എടുക്കരുത്. ഇതിൽ നമുക്ക് ഒരു ജെൽ ഔട്ട്ലൈനറും 6 ഷെയ്ഡ്സ് ഉള്ള കുറച്ച് ഗ്ലാസ് കളേഴ്സും കിട്ടും കേട്ടോ. ഇനി നമുക്ക് കിട്ടിയ ജെൽ ഔട്ട്ലൈനർ വെച്ചിട്ട് ഞങ്ങൾ വരച്ചെടുത്ത പിക്ചറിൻ്റെ പൊക്കത്ത് കൂടി എല്ലായിടത്തും ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അത് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ഗ്ലാസ് പെയിൻറ് കൊടുക്കുമ്പോൾ പുറത്ത് പോവാതെ കിട്ടത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം വേണ്ടി വരിക, കാരണം ഇത് ഡ്രൈ ആവാൻ കുറേ ടൈം വേണം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പിക്ചറും ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഞങ്ങൾ വരച്ചെടുത്ത പിക്ചർ. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഇത് നമുക്ക് മൊത്തമായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലോട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഗ്ലാസ് കളേഴ്സ് ഒന്ന് കളർ അനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ ഫസ്റ്റ് തന്നെ റെഡ് എടുത്ത് ഞങ്ങളുടെ ഫിഷിനൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ടേ. തിക്കായിട്ട് തന്നെ അടിക്കണം, എന്നാലേ ഇത് ഉണങ്ങുമ്പോൾ നല്ല ഭംഗിക്ക് കിട്ടുള്ളേ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് യെല്ലോ എടുത്ത് ഞങ്ങളുടെ ഫിഷിൻ്റെ പാറ്റേൺസിൽ എല്ലാത്തിലും ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഫിഷ് ചെയ്ത പോലെ നമുക്ക് സെക്കൻഡ് ഫിഷും ഫുള്ളായിട്ട് തന്നെ റെഡും യെല്ലോയും കൊണ്ട് കളർ ചെയ്തെടുക്കാം. ഇനി ഇതിൽ ബബിൾസ് വരുമ്പോൾ ചെറുതായിട്ട് ബഡ്സ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ കളർ എടുത്ത് എല്ലാ പ്ലാന്റ്സിലും ഒന്ന് അടിച്ചു കൊടുക്കാവേ. ഞാനിവിടെ എല്ലാ പ്ലാന്റ്സിനും ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് ബ്രൗൺ കളർ എടുത്ത് ഞങ്ങളുടെ സാൻഡിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പിങ്ക് എടുത്ത് കുറച്ച് ഷെല്ലിലും സ്റ്റാർ ഫിഷിലും പിന്നെ ഞാൻ കുറച്ച് ഓഷ്യൻ പ്ലാന്റ് വരച്ചിട്ടുണ്ട്, അതിലും കൂടി ഫുള്ളായിട്ട് പിങ്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. എല്ലായിടത്തും നല്ല തിക്കായിട്ട് തന്നെ അടിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള കളർ ബ്ലൂ എടുത്ത് ഓഷൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സർഫസ് ഫുള്ള് അട്രാക്റ്റീവ് ആക്കുന്ന കളറാണ് ഈ ബ്ലൂ. ഞാനിവിടെ പിക്ചർ ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ബ്ലൂ അടിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ബ്ലൂ അടിക്കുമ്പോൾ എല്ലാ കളറും എല്ലായിടത്തും സ്പ്രെഡായി പോവേ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാർട്ടൊന്ന് ഫില്ല് ചെയ്യാം. സോ ഇതാണ് ഞങ്ങൾ ഗ്ലാസ് പെയിൻറ് ചെയ്തെടുത്ത പിക്ചർ.
ഇനി നമുക്ക് ആ ക്ലോക്കിൻ്റെ ഔട്ടർ പാർട്ടായിട്ടുള്ള ഫ്രെയിം ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഞങ്ങൾ ചെയ്ത് വെച്ച ഗ്ലാസ് എടുത്ത് ഞങ്ങളുടെ ക്ലോക്കിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാവേ. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത ഫ്രെയിമും അതിലോട്ട് വെച്ച് കൊടുക്കാം. സോ ഞങ്ങളുടെ വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ റിസൾട്ട്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.